പാലാ നഗരസഭാ ചെയർമാനെതിരായ അവിശ്വാസത്തിൽ UDF വിട്ടുനിൽക്കും. ഷാജു വി തുരത്തിനെതിരെ മാത്രമല്ല ഭരണസമിതിക്കെതിരെയാണ് അവിശ്വാസം നൽകിയത്. ചെയർമാനെ മാറ്റാനായി തങ്ങളുടെ അവിശ്വാസം അവസരമായി ഉപയോഗിക്കാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കം തിരിച്ചറിയുന്നുവെന്ന് UDF പറയുന്നു. ജെയിനസ് രാജു നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയിനസ് രാജു, ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? രാജീവ്, ഇപ്പോൾ അവിശ്വാസം ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ നഗരസഭ കൗൺസിൽ ഹാളിലേക്ക് കടന്നിരിക്കുന്നു. ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മൊത്തം 26 അംഗങ്ങളാണ് നിലവിൽ നഗരസഭയിലുള്ളത്. ഇതിൽ 14 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ ഈ അവിശ്വാസം പാസ്സാകും. UDFന്റെ സ്വതന്ത്രനായിട്ടുള്ള ഒരാളാണ്, ഒരു കൗൺസിലറാണ് ഈ അവിശ്വാസം കൊണ്ടുവന്നത്. പക്ഷേ UDF ഈ അവിശ്വാസത്തിൽ നിന്നും വിട്ടുനിൽക്കും എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഭരണപക്ഷമായിട്ടുള്ള കേരള കോൺഗ്രസ് എം ഉൾപ്പെടുന്ന ഭരണപക്ഷം അവർ ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ ഷാജി വി തുരുത്തൻ എന്ന നഗരസഭാ ചെയർമാൻ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം മുന്നണി ധാരണ അനുസരിച്ച് മാറിക്കുടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഭരണപക്ഷം തന്നെ ഈ നഗരസഭാ ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ UDF ഈ പ്രമേയ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്.